വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള വേദനകളൂടി ആര്യയുടെ സന്താനമൊക്കെ ആയിട്ടുള്ള പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാസു സർവൻ ഒന്ന് പഠിച്ചിരിക്കുന്ന ഒരു പടത്തില് ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒഴിവാക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ വേദനകൾ അത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പടത്തിൽ അയാൾ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അതുപോലെ ബോസങ്കര ഭാസ്കരന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ കൊട പിടിച്ച് പോകുമ്പോൾ അയാളുടെ ഉള്ളിൽ വിഷമമുണ്ട്. അത് ആ കോമഡി പടം ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയാൽ അയാളുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഉണ്ടല്ലോ, സട്ടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റുകൾ, അത് മിസ് ചെയ്യുന്നുണ്ടോ? അതാണ് കുറച്ചുകൂടി മിസ് ആയിട്ടുള്ള ചോദ്യം. അത് മിസ് ചെയ്യും. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് ഇപ്പൊ ബോസിംഗർ ഭാസ്കരൻ, രാജാറാണി പോലെയുള്ള പടമെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. കുറെ ആക്ഷൻ ഫിലിംസ് ആയിപ്പോയി, കുറെ സീരിയസ് ഫിലിംസ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരു ഭയങ്കര ഒരു കോൺഷ്യസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ചെയ്ത പടമാണ് ആര്യ 40 എന്ന് പറഞ്ഞിട്ടൊരു പടം. നിഖിൽ മുരളി. അതായത് ഈ ആനന്ദൻ കാർഡ് ഷൂട്ടിംഗ് ടൈമില് he approached me, ഇങ്ങനെ വന്ന് ഒരു കഥ പറയണമെന്ന് പറഞ്ഞു. സോ ഞാൻ പ്രണയവിലാസം കണ്ടിരുന്നു. സോ ഐ റിയലി ലൈക്ക് ദാറ്റ് ഇമോഷൻ. ആ പടത്തിലെ ഇമോഷൻസും സട്ടിൽ ന്യൂആൻസസും ലവും അതൊക്കെ വളരെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. സോ ഐ തോട്ട് ഓക്കെ, എന്താ മേ ബി ഒരു പടം കേൾക്കാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഈ കേം ആൻഡ് ടോൾഡ് മീ ദ സ്റ്റോറി. പറഞ്ഞ ഫസ്റ്റ് നരേഷനിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. സോ ഐ സെഡ് ഈ പടം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അതിന് മുമ്പ് ഒരു ഗ്രേറ്റ് ഹോം എന്ന് പറഞ്ഞൊരു അത് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം ആ കമ്മിറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ ഫ്രഷ് ആയി ചെയ്യണം. കുറെ കാലം ഇങ്ങനെ ഒരു പടം അഭിനയിച്ചിട്ട്, രാജാറാണിന് ശേഷം ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ടില്ല. സോ ഐ റിയലി വാണ്ട് ടു ഡു. സോ അതൊരു നല്ലൊരു രാജാറാണീനെ പോലെ നല്ലൊരു ഹീറോയിൻസ്, നിഖില വിമലും പിന്നെ വൈഷ്ണവി ചൈതന്യ, 2 ഹീറോയിൻസ് വെച്ച് മൗണ്ട് ചെയ്ത ഒരു പടം. സോ ദാറ്റ്സ് കം ഔട്ട് ബ്യൂട്ടിഫുൾ. നിഖിൽ വന്നിട്ട് അതേ ഇമോഷൻ, അതേ ബട്ട് വേറെ സ്റ്റോറി ലൈൻ, ബട്ട് മെച്യൂരിറ്റി റിലേഷൻഷിപ്പ് എങ്ങനെ ക്യാപ്ചർ ചെയ്യേണ്ടത്, ആ ഒരു മെച്യൂരിറ്റി ലെവലില് അതേ ഒരു ഫൺ ഫാക്ടർ, അതേ ഒരു ലവ് ഇമോഷൻ, അല്ല ഫുൾ ജോളി ആയിട്ടുള്ള ഒരു ആര്യ. അങ്ങനത്തെ ഇന്ദ്രൻസ് സാർ, ഇപ്പോൾ നിസ്സഹായനായിട്ടുള്ള ഇന്ദ്രൻസ് സാറിനെ നമ്മൾ മലയാളത്തിലും തമിഴിലും കണ്ടു. തമിഴിൽ അതിന്റെ എക്സ്ട്രീം ആയിരുന്നു കറുപ്പ്. ഇനിയിപ്പോ ഞാൻ രാജസേനൻ സാറിനോട് കഴിഞ്ഞ ആഴ്ച സംസാരിക്കായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ നിസ്സഹായനും പാവമൊക്കെ ആയിട്ടുള്ള ഇന്ദ്രൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഓവറായിട്ടൊന്ന് ചൊറിഞ്ഞാൽ അദ്ദേഹം പറപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ ദേഷ്യം ഉള്ള അല്ലെങ്കിൽ ഫയർ ചെയ്യുന്ന വെട്ടുന്ന മുറിയുണ്ട്. ഇപ്പൊ ജാക്സൺ ബസാറിലൊക്കെ അതിന്റെ ചെറിയ ഷെയ്ഡ്സുള്ള ക്യാരക്ടറുള്ള അങ്ങനെ കുറച്ചുകൂടി ശക്തിയുള്ള ക്യാരക്ടേഴ്സ് അത് തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും വരുന്നുണ്ട്. അപ്പോഴല്ലേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് ഇപ്പൊ നമ്മുടെ ഇതിലുള്ള ക്യാരക്ടറും ഇത്തിരി പവർഫുൾ ആണ്, ഇത്തിരി കരുത്തുള്ള, അതായത് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയ ഒരു കഥാപാത്രമാണ്. അപ്പൊ മുരളി സാറൊക്കെ പറയുമ്പോഴേ അങ്ങനെ അത് ക്യാരക്ടർ പറയുന്നത് എന്നെ ആയിരിക്കില്ല, പേര് പറഞ്ഞപ്പോ അത് ഞാനാ, ത്രില്ലുണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ സീനുണ്ട്. ഒക്കെ കൂടി കോമ്പിനേഷൻ സാറുമായിട്ടും മുരളി സാറും ഒപ്പം നിന്ന ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്ടർ കൃഷ്ണകുമാർ സാറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരുവിധം ഡയലോഗിന്റെ ഒരു താളമൊക്കെ അദ്ദേഹം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു. ഇപ്പോ സിനിമകളിൽ കുറയുക അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സിനിമകൾ നമ്മളിലേക്ക് എത്താതിരിക്കുക, ഈ സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു മാനസികാരോഗ്യം കൂടി ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് സ്വസ്ഥതയോട് കൂടിയിട്ട് ചൂസ് ചെയ്താൽ ഇത് കറക്റ്റ് ആയിരുന്നാൽ നമുക്ക് സ്യൂട്ട് ആവാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മനസമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളത്? ഇല്ല, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫുൾ തമിഴ് കൂടെ ചെയ്യുന്നത്. അല്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രധാന കാര്യം. അപ്പോഴും ഒരു ആക്ടർ നമ്മളെ ചീക്കി മിനിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ സിനിമകൾ കുറയുമ്പോൾ സിനിമകൾ തേടി അങ്ങോട്ട് പോകണം. ഞാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാനൊരു തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്ക് ആളായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രീറ്റ് പ്ലേ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം ഉണ്ടായാൽ പോലും ഞാൻ അത് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ വിഷമിച്ച് നമ്മളെ വീട്ടില് സിനിമ ഇല്ല എന്നും പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും സിനിമ കൊണ്ട് തരില്ലല്ലോ. നമ്മൾ നല്ല വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, മാക്സിമം ഡയറക്ടേഴ്സിന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അറിയാമല്ലോ, എല്ലാ ആക്ടേഴ്സും ചെയ്യുന്നുണ്ട്, അത് ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് സിനിമ വേണമെങ്കിൽ നമ്മൾ സിനിമയെ അത്രത്തോളം സ്നേഹിക്കണം, നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെ ബഹുമാനിക്കണം. നമ്മൾ അതങ്ങനെ നിന്നാലേ നമുക്ക് നമ്മളെ തന്നെ സിനിമ വരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ മാറുന്ന സിനിമയാണല്ലോ, ഇപ്പൊ അങ്കമാലി ഡയറീസ് ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ, അപ്പൊ അതിനുശേഷം ഇപ്പൊ വാഴ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ട്. അപ്പം ഈ ഓരോ സമയത്ത് സിനിമയും മാറുന്നുണ്ട്. അപ്പൊ അങ്കമാലിയുടെ എഡിറ്റ് പാറ്റേണിൽ നിന്നൊക്കെ ഒരുപാട് മുന്നിലേക്ക് പോയി, അല്ലെങ്കിൽ സിനിമ പറയുന്ന ശൈലി ഒരുപാട് മുന്നോട്ട് പോയി.
അപ്പം അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മേക്കേഴ്സ് ആയിട്ട് നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ അപ്പൊ എനിക്ക് സമയം കണ്ടെത്തി അത് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും ശ്രമിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും. അത് അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെ ചെയ്താലേ നമ്മളും വളരുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഓട്ടോ ശങ്കർ സീരീസിന് ശേഷം എനിക്ക് അത്യാവശ്യം തമിഴ് സിനിമകളാണ് സാറ് പറഞ്ഞതുപോലെ വരുന്നത്. അപ്പൊ അതിലും ഇപ്പം ഞാൻ മുമ്പ് ചെയ്ത പോലെ ഒരു വില്ലൻ വേഷങ്ങളല്ല, അതിലും അത്യാവശ്യം ഡെപ്തുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇനി അങ്ങോട്ട് നോക്കാം നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത്. സാറിന് ഇപ്പോൾ കൈ കിട്ടിയ ഇന്റർവ്യൂസ് ഈ ഫിറ്റ്നസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പറയാം. പക്ഷെ എനിക്ക് അതല്ല അറിയേണ്ടത്. അതായത് നമ്മൾ ഈ ഫിറ്റ്നസിനെ പറ്റി ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 8 മണിക്കൂർ ഉറക്കം, 10,000 സ്റ്റെപ്പ് നടക്കുക, നമ്മുടെ ബോഡി വെയിറ്റിന് ഇരട്ടി പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന്, അതായത് ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ തന്നെ പണിയാണ്. ടൈം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു ദിവസം ചെയ്യാതിരിക്കുക, അപ്പൊ നമുക്കൊരു മനസമാധാനക്കേടും ഉണ്ടാവുമല്ലോ. ഇത് സിനിമയുടെ സെറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ വർക്കിംഗ് അവേഴ്സിന് കൃത്യം 8 മണിക്കൂർ എന്നൊന്നും ഇല്ലല്ലോ. ഇതെങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുക? അത് ഒരു ദിവസം മിസ്സാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും മാനസികമായിട്ട്? ഇല്ല, ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ് എക്സസൈസ് ഒക്കെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാർപ്പട്ട പോലെയുള്ള പടം ഷൂട്ടിങ് ചെയ്യുമ്പോൾ പിന്നെ ഒരു റൊട്ടീൻ ഉണ്ടാവും. മിനിമം ഒരു 3 hours വർക്കൗട്ട് ചെയ്യണം. സോ അത് ഒരു 1 hour കാർഡിയോ ആയിരിക്കും, 2 hours വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും. സോ അത് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നാളെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് എനിക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ ഐ നോ ദ ഷൂട്ട് ടൈമിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാവിലെ 7 മണി മുതൽ ഈവനിങ് 6 മണി വരെ എന്ന് പറഞ്ഞാൽ ഐ വേക്ക് അപ്പ് അറ്റ് 3 o'clock. ഏർലി ഇൻ ദ മോർണിംഗ്. 3 o'clock കഴിഞ്ഞ് അതിൻ്റെ വർക്കൗട്ട് ചെയ്തിട്ട് ദെൻ ഐ ഗോ ഫോർ ഷൂട്ടിംഗ്. ദെൻ ഐ കം ബാക്ക് ആൻഡ് ഐ വർക്കൗട്ട് ദറ്റ്. ഇപ്പോൾ 2 hour ചെയ്യാൻ പറ്റിന് വന്നിട്ട് കാർഡിയോ ചെയ്തിട്ട് ഉറങ്ങും. സോ അങ്ങനെ ചിലപ്പോൾ ഷൂട്ടിംഗ് 10 മണിക്ക് തീരുന്നെങ്കിൽ ദെൻ ഐ വർക്കൗട്ട് ആഫ്റ്റർ 10 o'clock. ഒരു 1 മണി വരെ വർക്കൗട്ട് ചെയ്തിട്ട്. സോ ആ ടൈം മാനേജ്മെന്റ് നമ്മ ഇത് ചെയ്യണമെന്ന് ഫിക്സ് ആയി. അത് ആ ഡെയിലി എപ്പോൾ ചെയ്യണമെന്ന് നമ്മ ഫിക്സ് ആക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. ഇപ്പൊ ആളുകൾക്ക് കുറെ ശ്രദ്ധ അധികം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം വന്നത് കൊണ്ട് കൂടിയിട്ട് ആളുകൾക്ക് ഇപ്പൊ ആരോഗ്യത്തിലും പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫുഡ് പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, പിന്നെ എഗിന്റെ യോക്ക് എങ്ങനെ കഴിക്കണം, വേ പ്രോട്ടീൻ, ഇപ്പൊ എല്ലാത്തിലും പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ ഓട്സ്, പ്രോട്ടീൻ സ്നാക്സ്, പ്രോട്ടീൻ ലഡു ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ട്രെൻഡ് കാണുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? എന്താ ഫീൽ ആണ്? ആളുകൾ കുറെ ഫോർവേഡ് ആയി എന്താ ഇപ്പോ ഫുഡ് വന്നിട്ട് ഇറ്റ്സ് വെരി സ്പെസിഫിക് ടു 1 person. ഓരോരുത്തർക്കും ഓരോരോ ഫുഡ് ഇഷ്ടങ്ങളുണ്ടാവും, ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാവും, അവരുടെ ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. സോ ഇവർ ഇത്ര മുട്ട കഴിച്ച്, അയാൾ ഇത്ര മുട്ട കഴിച്ച്, ഇയാൾ ഇത്ര പ്രോട്ടീൻ കഴിക്കുന്നത്, ഈ ഡോക്ടർ ഈ ഡയറ്റ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അത് ഐ എം സെയിങ് ഡോണ്ട് ഡു ഇറ്റ്. അത് പറയുന്നില്ല, ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. ബട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യുക എന്ത് ഫുഡാണ് നമുക്ക് സെറ്റ് ആകുന്നത്, എന്ത് ഡയറ്റാണ് നമുക്ക് സെറ്റ് ആകുന്നത്, വിച്ച് ഈസ് അഫക്റ്റിംഗ് യുവർ ബോഡി. ഏത് കഴിച്ചാൽ നമുക്ക് മോർ റിയാക്ഷൻ ഉണ്ട്, ഏത് കഴിച്ചാൽ നമുക്ക് ബെറ്റർ സ്ലീപ്പ് ഉണ്ട്, ഏത് കഴിച്ചാൽ നമുക്ക് കൂടുതൽ എനർജി ഉണ്ട്. അത് സ്വയം എക്സ്പെരിമെന്റ് ചെയ്തിട്ട് യു ഹാവ് ടു ഫിക്സ് ഇറ്റ്. പിന്നെ കീറ്റോ ഡയറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. സോ യു കനോട്ട് ഫിക്സ് ലൈക്ക് ദാറ്റ്. എല്ലാം ട്രൈ ചെയ്തിട്ട് ട്രയൽ ആൻഡ് എററിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്താ എൻ്റെ ബോഡിക്ക് എന്താ സെറ്റ് ആവുന്നത്. അത് ഞാൻ തന്നെ അനലൈസ് ചെയ്തിട്ട് ഒരു ഫുഡ് സ്റ്റൈൽ, ഒരു ഡയറ്റ് നമ്മൾ തന്നെ ചാർട്ട് ചെയ്യണം. ആ ചാർട്ട് ചെയ്തതിന് ശേഷം അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് 2 മെയിൻ തിങ്. യു ക്യാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന എല്ലാം ഫോളോ ചെയ്യാം, പക്ഷെ ഫോളോ ചെയ്തിട്ട് നമുക്കത് സെറ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണം.